കേരള നവോത്ഥാന നായകരിൽ PSC പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856 ഓഗസ്റ്റ് 20-ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനമാണ് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് കുട്ടിയമ്മയും മാടനാശാനും. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കായിരുന്നു. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലമാണ് അഞ്ചുതെങ്ങ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവൻകോടും ഉള്ളലയും. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലായിരുന്നു. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് ഉള്ളല. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മുരിക്കുംപുഴ ക്ഷേത്രം. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പു. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷമാണ് 1904. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകനാണ് കുമാരനാശാൻ. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരാണ് M. ഗോവിന്ദൻ. ഈരട ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. SNDPയുടെ ആസ്ഥാനമാണ് കൊല്ലം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയ യോഗം. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രമാണ് മലയാള മനോരമ. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ശിവഗിരി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ശിവഗിരി. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് സദാശിവ അയ്യർ. മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്നു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം 1918 ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ സന്ദർശനം 1926 ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രമായിരുന്നു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ ആയിരുന്നു. 2009 നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്.
ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബറിലായിരുന്നു. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ. സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. ഗുരുവിനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ്. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷമാണ് 1912 ബാലരാമപുരത്ത് വെച്ചായിരുന്നു. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷമാണ് 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷമാണ് 1916. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവയ പരനസുഖത്തിനായി വരേണമെന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നീ വാചകം ശ്രീനാരായണ ഗുരുവിന്റെ ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണ്? ജാതിമീമാംസ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്.